ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളും ചികിത്സയും ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഫാമിലി ഡോക്ടർ വരുന്നത്. കൊച്ചി PPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സുധീഷ് കരുണാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. പവർ ടു ഡോക്ടർ സുധീഷ് കരുണാകരൻ. Family Doctor, supported by VPS Lakeshore. നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും തലവേദന വന്നിട്ടില്ലാത്തതായിട്ട് ആരുമില്ല. എല്ലാ തലവേദനകളും ബ്രെയിൻ ട്യൂമർ അല്ല. പക്ഷേ പേടിക്കേണ്ട ഘടകങ്ങളെന്ന് പറയുന്നത് ഏർലി മോർണിംഗ് നമ്മൾ തലവേദനയോടുകൂടി രാവിലെ എണീക്കുക, അതല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, കാഴ്ചയ്ക്കുള്ള മങ്ങലോ കാഴ്ച രണ്ടായിട്ടുള്ള ഫീലിങ്ങോ ഉണ്ടാവുക, ശക്തിയായിട്ടുള്ള തലവേദന വരുമ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വേച്ചു പോവുകയോ നമുക്ക് മരവിപ്പോ തരിപ്പോ ഒക്കെ വരികയാണെങ്കിൽ ഇതെല്ലാം അപകട സൂചനകളാണ്. ഇങ്ങനെയുള്ള തലവേദനകളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാനേ പാടില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ കൂടുതലും വൈകിട്ടത്തേക്ക് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന തലവേദന അത്ര ഒരു സിവിയർ അല്ലാത്ത തലവേദന, ഇങ്ങനെയുള്ള തലവേദനകളെ നമ്മളധികം പേടിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുതൽ നിൽക്കുന്ന തലവേദനയെ നമ്മൾ അങ്ങനെ ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. അതെന്തായാലും അത് കാണിക്കുകയും ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ട് പല രോഗങ്ങളും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തണം. അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമുക്ക് എവിടെയാണ് ഈ സിംറ്റം കാരണമുള്ള പ്രശ്നം, അത് ക്ലിനിക്കൽ പരിശോധനയോടുകൂടി തന്നെ നമുക്ക് പല കേസസിലും ലോക്കലൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ബ്രെയിനിലാണ് നമുക്കൊരു സംശയം, ബ്രെയിൻ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള MRI അവിടെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ സ്പൈനിൽ ഇപ്പോൾ കഴുത്തിലാണ്, അല്ലെങ്കിൽ മുതുകിലാണ്, അല്ലെങ്കിൽ നട്ടിലാണ്, നമുക്കത് ലോക്കലൈസ് ചെയ്ത് എക്സാമിനേഷനിൽ പറ്റും. അതിനെ ബേസ് ചെയ്ത് ആ ഭാഗം നമ്മൾ തിൻ സെക്ഷൻ MRI ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ചാൽ എന്ത് പ്രോബ്ലമാണോ അതിന് അനുസൃതമായിട്ടുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നത്. ബ്രെയിൻ ട്യൂമറുകളിലൊരു ഏകദേശം ഒരു 60% അൺഫോർച്ചുനേറ്റ്ലി ക്യാൻസറസ് ആണ്. 40% ഉള്ളൂ ക്യാൻസറസ് അല്ലാത്തത്. ക്യാൻസറസ് അല്ലാത്ത ബ്രെയിൻ ട്യൂമേഴ്സ് അവരുടെ ലൊക്കേഷൻ അനുസരിച്ച് ഭൂരിഭാഗം കേസിലും മുഴുവനായിട്ട് എടുത്ത് കളയാൻ പറ്റും. വലിയ പാർശ്വഫലങ്ങളില്ലാതെ അങ്ങനെയുള്ള കേസിൽ തിരിച്ചു വരാറില്ല. ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സിൽ നമുക്ക് ഗ്രേഡിംഗ് ഉണ്ട്. അതിൽ ഗ്രേഡ് 1, 2 ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ 3, 4 ഒക്കെ ഉള്ളതിനെ നമുക്ക് ഓങ്കോളജിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചിലപ്പോൾ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ ഒക്കെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അവ തിരിച്ചു വരാനുള്ളൊരു സാധ്യതയുണ്ട്. വളരെ ചുരുക്കം ട്യൂമേഴ്സ് നമുക്ക് ചികിത്സ ഇല്ലാത്ത രീതിയിലുള്ള ട്യൂമേഴ്സും ഇന്ന് ഉണ്ട് നമുക്ക്. Family Doctor, supported by VPS Lakeshore. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.